ഇതില്ലാത്ത വീട് ചുരുക്കാണ്ടാവുള്ളൂ. എല്ലാവരും നട്ടു വളർത്തുന്നുണ്ടാവും അല്ലേ കറ്റാർ വാഴ എന്ന് പറയുന്നത്. എന്താണ് കറ്റാർ വാഴ എന്ന് ആദ്യം തന്നെ അറിയാല്ലേ. അപ്പം ഈ കറ്റാർ വാഴേന്റെ ഉള്ളിൽ കണ്ട ഒരു ജെല്ലുണ്ട്. ഈ ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ജെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം വെള്ളവും സ്കിൻ സൂത്തിങ് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കൂളാക്കാനും പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാരുണ്ടല്ലോ, ഈ ഡ്രൈ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആണ്. വെയിലേറ്റിട്ടുണ്ടല്ലോ ചിലവർക്ക് ഈ സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ വെയിലേറ്റിട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കറ്റാർ വാഴ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ കിട്ടിയിട്ട് അതിനൊരു ആശ്വാസം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ. അടുത്തത് സ്കിൻ സൂതിങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ചിലവർക്ക് റെഡ്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്ക് ഈ കറ്റാർ വാഴ ജെൽ യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര തിക്കായിട്ടുള്ളത് അങ്ങനെ ഒന്നല്ല, ഭയങ്കര തിന്നാണല്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ കറ്റാർ വാഴ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഈ കറ്റാർ വാഴയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും കേട്ടോ. അടുത്തത് എങ്ങനെയാണ് കറ്റാർ വാഴ യൂസ് ചെയ്യാന്നാണ് അല്ലേ. അപ്പം ഇവിടെ ഞാൻ കറ്റാർ വാഴ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം പൊട്ടിച്ചിട്ട്, അതായത് നമ്മൾ മുറിച്ചെടുക്കല്ലേ ചെയ്യുക. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്താ വെച്ചാൽ കണ്ടില്ലേ, ഇതിൽ ഒരു യെല്ലോയിഷ് ഒരു സംഭവം വരുന്നത് കണ്ടോ. ഈ സാധനം നമ്മുടെ മുഖത്തായിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം പുറത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിന്റെ ജെല്ല് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മുഖം നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകി വന്നതിന് ശേഷമാണ് കറ്റാർവാഴ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യെല്ലോ നമുക്ക് മാറ്റിക്കളയാം അല്ലേ. അതിനുശേഷം ഈ കറ്റാർവാഴ ഉണ്ടല്ലോ, ഇതിനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വടിച്ചെടുക്കില്ലേ, എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ജെല്ല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് അതുമെന്ന് ഇങ്ങനെ വരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. ഇതാണ് ജെല്ല്. ഈ ജെല്ല് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് ഒരു ലെയർ ആയിട്ട് സ്കിന്നിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഭയങ്കര ജെല്ലി കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിന്. ഇത് പിന്നെ കെമിക്കലൊന്നും അല്ലാത്ത കാരണം നമുക്ക് കണ്ണിന്റെ മണ്ടയിലും തേച്ച് കൊടുക്കണോണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ അവിടെയും കൂടി തേച്ച് കൊടുക്കണ്ടേ. ഇപ്പൊ ഞാൻ കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഞാൻ 1 ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കിന്നിൽ. കണ്ടില്ലേ, കണ്ടോ. ഇതൊരു 10 to 15 മിനിറ്റ് സ്കിന്നിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കുറേ സ്കിൻ കെയറിന് പറ്റിയ അലോവേര ജെല്ല് ലഭിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് വിടാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നും യൂസ് ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 1-2 തവണയൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം ഒരു കുഴപ്പമില്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഡെയിലി ഒരു സാധനം നമ്മൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡെയിലി തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ.